വാഹന ഉടമകൾക്ക് ഇരുട്ടടിയായി സംസ്ഥാനത്തെ പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ കൂട്ടിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. 20 വർഷത്തിനുമേൽ പഴക്കമുള്ള വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസാണ് കുത്തനെ ഉയർത്തിയത്. ചെറുവാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനടക്കം ഇതോടെ ഭീമമായ തുകയാണ് ചിലവഴിക്കേണ്ടി വരിക. ഇരുചക്ര വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയിൽ നിന്ന് 2000 രൂപയായും 4 ചക്ര വാഹനങ്ങളുടേത് 800 രൂപയിൽ നിന്ന് 10,000-വുമായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഓട്ടോ തൊഴിലാളികൾക്കും വൻ ഇരുട്ടടിയാണ് പുതിയ തീരുമാനം. 800-ൽ നിന്ന് 5000 രൂപയാക്കിയാണ് റീ രജിസ്ട്രേഷൻ ഫീസ് ഉയർത്തിയത്. പുതിയ തീരുമാനം സാധാരണക്കാരെ ബാധിക്കുമെന്നാണ് ഉയരുന്ന ആക്ഷേപം. കൗതുകത്തിനായി വിൻറ്റേജ് വാഹനങ്ങൾ കൊണ്ടു നടക്കണമെങ്കിൽ ഇനി റീ രജിസ്ട്രേഷൻ ഫീസിനത്തിൽ കൈ മാത്രമല്ല, ദേഹമാസകലം പൊള്ളും. 20 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള വാഹനങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത് പ്രാബല്യത്തിൽ വന്നു. കേന്ദ്ര വിജ്ഞാപന പ്രകാരം ഓഗസ്റ്റ് 21 മുതൽ വർധന പ്രാബല്യത്തിൽ വരുത്തിയ പുതുക്കിയ വാഹന സോഫ്റ്റ്വെയർ സജ്ജമായി. ഇരട്ടിയാക്കിയ രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും ഹരിത നികുതിയും ടെസ്റ്റിംഗ് ഫീസും കൂട്ടുമ്പോൾ വാഹന ഉടമകൾക്ക് ഭീമമായ തുക ചെലവ് വരും. അറ്റകുറ്റപ്പണിക്കും പെയിന്റിങ്ങിനും ചിലവിടേണ്ട തുക കൂടി കണക്കാക്കുമ്പോൾ വാഹനത്തിന്റെ വിപണി മൂല്യത്തെക്കാൾ ചെലവ് വരും. പഴയ വാഹനങ്ങൾ കൊണ്ടുള്ള മലിനീകരണവും നിരത്തുകളിലെ തിരക്കും വാഹനപ്പെരുപ്പവും ഒഴിവാക്കാൻ പഴയ വാഹനങ്ങൾ ആളുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ പുതിയ തീരുമാനം സാധാരണക്കാരെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ റൂൾ കൊണ്ടുവന്നെങ്കിലും ഈ ഖജനാവ് നിറയാൻ പോകുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയാണ്. അവർക്ക് ലോട്ടറി അടിച്ച പോലെയാണ് ഈ സംഗതി. സാധാരണക്കാരൻ ഒരു ചെറിയ കാർ എടുക്കുന്നവന് അവൻ ചിലപ്പം പൈസ ഇല്ലാത്തവൻ ചിലപ്പം 20 വർഷം പഴക്കമുള്ള കാറായിരിക്കും എടുക്കുന്നത്. അവനത് വലിയ ഇരുട്ടടിയാണ് ഈ സംഭവം. സാധാരണക്കാർക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഗവൺമെൻറ് റീതിങ്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത് ചെയ്യാൻ പറ്റും എന്തെങ്കിലുമൊക്കെ. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പിന്നെ ഈ 2 വീലർ ഓഫീസിൽ പോകുന്ന ചെറിയ ശമ്പള പ്രൈവറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ, അവർക്ക് ചെറിയ നിസ്സാര ശമ്പളങ്ങളേ ഉള്ളൂ. അതുപോലെ പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ അതുപോലെ അധ്യാപകർ, അവർക്ക് ചെറിയ ശമ്പളക്കാരാണ്. അവർക്ക് ഈ കൊണ്ടുപോകുമ്പോൾ അടുത്ത ടെസ്റ്റിന് റിന്യൂവലിന് പോകുമ്പോൾ അവർക്ക് ഭീമമായ ഒരു ഭാരമാണ് ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ പഴയ വാഹനങ്ങളുടെ റോഡ് നികുതി സംസ്ഥാന സർക്കാർ ഇരട്ടിയാക്കിയിരുന്നു. ഇരുചക്ര വാഹനങ്ങളുടെ നികുതി 900-ൽ നിന്ന് 1350-ആയും ചെറുകാറുകളുടേത് 6400-ൽ നിന്ന് 9600-ആയും ഭാരവാഹനങ്ങൾക്ക് 1800-ൽ നിന്നും 16200-ആയും വർദ്ധിപ്പിച്ചിരുന്നു. ചെറുകാറുകളുടെ രജിസ്ട്രേഷൻ പോലും പുതുക്കാൻ 20,000-ഓളം രൂപ ആകെ ചെലവ് വരും. ഈ പ്രഹരത്തിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഫീസ് വർധനവ്. കേന്ദ്ര സർക്കാരാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെങ്കിലും നേട്ടം സംസ്ഥാന സർക്കാരിന് കൂടിയാണ്. ആ പണം സംസ്ഥാന ഖജനാവിലേക്കെത്തും. സംസ്ഥാന ഖജനാവ് നിറയ്ക്കുന്നതിനപ്പുറം പഴയ വാഹനങ്ങൾ ഒഴിവാക്കാനുള്ള പ്രേരണ കൂടിയാണ് അധിക ഫീസ് ചുമത്തുന്നതിന് പിന്നിൽ. എന്നാൽ ഉപജീവന മാർഗമായി പോലും പഴയ വാഹനങ്ങൾ കൊണ്ടു നടക്കുന്ന ഒട്ടേറെ സാധാരണക്കാരുണ്ട്. അവരെ കൂടി പരിഗണിക്കണം. തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിബാൽ, 24. പൊതുജനം കഴുതയല്ല സാർ.